ഹായ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ബീസിംഗ് ഇ ആർ പിയിൽ എങ്ങനെ ഒരു പ്രോഡക്റ്റ് വേരിയേഷനോട് കൂടി ആഡ് ചെയ്യാമെന്നുള്ളതാണ്. ആദ്യം എന്താണ് വേരിയേഷൻ എന്ന് നോക്കാം. ബീസിംഗ് ഇ ആർ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്റ്റിന് ഒന്നിലധികം പ്രത്യേകതകളുണ്ടാകും. ഉദാഹരണത്തിന് നമ്മൾ എടുക്കുന്ന ഐഫോൺ 15 ആയിരിക്കട്ടെ. ഐഫോൺ 15ൻ്റെ ചാൻസ് ആയിട്ട് വരുന്നത് ഒരു ബ്ലാക്ക് കളറാവാം, 128 GB ആയിരിക്കാം. അതല്ലെങ്കിൽ അതിനൊരു യുണീക്കായിട്ടൊരു സീരിയൽ നമ്പർ IMEI നമ്പറോ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബ്ലാക്ക് എന്നുള്ളതിന് പകരം ഒരു പക്ഷേ ബ്ലൂ ആയിരിക്കാം, അതിൻ്റെ സീരിയൽ നമ്പർ വ്യത്യസ്തമായിരിക്കാം. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രോഡക്റ്റായിട്ട് നമ്മൾ ഒരു ഐഫോൺ 15 മാത്രമേ ബീസിംഗിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ സബ് കാറ്റഗറി ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓരോ സ്പെസിഫിക് ഫീച്ചറായിട്ട് നമ്മൾ വരുന്ന കാര്യങ്ങളെ നമ്മൾ വേരിയേഷനായിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് കാണാൻ കഴിയും. പ്യൂമയുടെ ഒരു സ്നീക്കറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ സ്നീക്കറിന് രണ്ട് വേരിയേഷൻ സാധ്യതകളാണുള്ളത്. ഒന്ന് കളറായിരിക്കാം, റെഡ്, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ്. ഇപ്പോൾ ഇവിടെ 9 തന്നിട്ടുണ്ട്, അടുത്ത ഷൂവിൻ്റെ സൈസ് 10 ആണ്. സോ അതിൻ്റെ ചാൻസുകളുണ്ട്. അപ്പോൾ നമുക്ക് വേരിയേഷൻസ് ആയിട്ടാണ് നമ്മൾ ഓരോന്നിനും ക്രിയേറ്റ് ചെയ്തത്. നമുക്ക് നോക്കാം. 3 വേരിയേഷനാണ് നമ്മൾ ഈ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് കളർ, സ്റ്റോറേജ്, സീരിയൽ നമ്പർ. ഈ 3 കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഐഫോൺ 15 അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രോഡക്റ്റ് ഒരിക്കൽ മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളറും സ്റ്റോറേജും സീരിയൽ നമ്പറും മാത്രം എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് പർച്ചേസ് എന്നുള്ള പ്രോസസ്സ് വളരെ സിമ്പിളാക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് ഏതൊക്കെ പ്രോഡക്റ്റാണ്, അതിൻ്റെ സ്റ്റോക്ക് ഏതാണ്, ഏത് സീരിയൽ നമ്പറിലുള്ള പ്രോഡക്റ്റാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഏത് സൈസിലുള്ള പ്രോഡക്റ്റാണ് നമ്മളെ കയ്യിലുള്ളത്, അതിൻ്റെ സെയിൽസും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെ നമുക്കൊരു വേരിയേഷൻ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഡാഷ്ബോർഡിൽ നമുക്കറിയാം, ഇൻവെൻറ്ററിയുടെ താഴെ തന്നെ നമുക്ക് വേരിയേഷൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ കാണും. ജസ്റ്റ് വേരിയേഷൻസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച വേരിയേഷൻസാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ നമ്മൾ നേരത്തെ കണ്ടതിൽ നമുക്ക് ഒന്ന് കുറവുണ്ടായിരുന്നത് ഇപ്പോൾ അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് എന്നുള്ളതാണ്. സോ ഞാൻ സ്റ്റോറേജ് സ്പേസ് എന്നുള്ളൊരു വേരിയേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ നമുക്കിവിടെ ആഡ് ന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ആഡ് ന്യൂ കൊടുക്കുന്ന സമയത്ത് വേരിയേഷന് ഒരു പേര് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റോറേജ് ആയതുകൊണ്ട് ഞാനിവിടെ സ്റ്റോറേജ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റോറേജിന് നമുക്ക് ഫിക്സ്ഡ് ആക്കി എടുക്കാൻ പറ്റും. ഫിക്സ്ഡ് ആക്കുന്നുണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഫിക്സ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും. നമുക്ക് വേരിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഏരിയ എത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. സോ ഞാൻ ഫിക്സ്ഡിലേക്ക് മാറ്റിയിട്ട് ഞാനിവിടെ കൊടുക്കുന്നത് ഒരു 128 GB കോമ വെച്ചിട്ടായിരിക്കും നമ്മളത് സെപ്പറേഷൻ നടത്തുന്നത്. പിന്നെ 256 GB, പിന്നെ ചാൻസ് ഉള്ളതൊന്ന് 512 GB. ഞാൻ ജസ്റ്റ് സേവ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേരിയേഷൻസിൽ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു പ്രോഡക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർ അതിൽ ജസ്റ്റ് നോക്കിയാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇതിൽ വേരിയേഷൻ ഉള്ള ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളത് മാത്രം ഞാൻ കാണിക്കുകയാണ്. ഓക്കെ, നമ്മൾ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വേരിയേഷൻ എങ്ങനെ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ജസ്റ്റ് ഇവിടെ നമുക്ക് കാണാം, എനാബിൾ വേരിയേഷൻസ് എന്നുള്ളത് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് എക്സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു പ്രൊഡക്റ്റിന് അഗെയിൻസ്റ്റ് 3 വേരിയേഷൻസ് വരെ അഥവാ 3 ഫീച്ചേഴ്സ് വരെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഞാൻ ഫസ്റ്റ് തന്നെ അതിൻ്റെ കളറാണ് ആഡ് ചെയ്യുന്നത്. സോ കളർ വെച്ചു, ഞാൻ ടിക്ക് ചെയ്യുന്നു. അടുത്തതായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ IMEI നമ്പറാണ്. സോ IMEI നമ്പർ വെച്ചിട്ട് ഞാൻ അത് ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോറേജ് എന്നുള്ളതും ഞാൻ വെക്കുന്നു. സ്റ്റോറേജ് ഓൾറെഡി ഫിക്സ്ഡ് ആണ്, നമുക്കറിയാം, ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 128, 256, 512 നമ്മൾ ആഡ് ചെയ്തതുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു, ടിക്ക് ചെയ്യുന്നു. ഞാൻ പ്രോഡക്റ്റിനെ ജസ്റ്റ് സേവ് ചെയ്യുന്നു. നമ്മൾ പ്രോഡക്റ്റ് ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നമുക്കിവിടെ കാണാൻ കഴിയും. ആ പ്രോഡക്റ്റ് ഐഫോൺ 16 ഈ പ്രോഡക്റ്റാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടെ ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നു. ഞാനത് എടുക്കുന്നു. അതിൻ്റെ പർച്ചേസ് പ്രൈസ് ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു. ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ പർച്ചേസ്, അല്ലെങ്കിൽ നമ്മൾ 2 ക്വാണ്ടിറ്റി ആയിട്ട് ഞാൻ മാറ്റുന്നു. ജസ്റ്റ് വരുന്നു, ജസ്റ്റ് ഫൈനൽ എൻ്റർ ചെയ്യുന്നതോട് കൂടെ അടുത്ത വിൻഡോ വരും. ആ വിൻഡോയിൽ നമുക്ക് കളേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതുണ്ടാവും. അപ്പോൾ ഞാൻ കളർ ഫസ്റ്റ് വൺ എൻ്റെത് ബ്ലൂ ആണ്. ബ്ലൂ ഉള്ളത് ഒരു ക്വാണ്ടിറ്റിയാണ്. ജസ്റ്റ് വെക്കുന്നു. IMEI നമ്പർ ഞാൻ ജസ്റ്റ് ചൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റോറേജ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. നമുക്കറിയാം, നമ്മൾ അത് ഫിക്സ്ഡ് ആക്കിയിട്ട് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വേരിയേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്കിതിനെ 1 by 1 ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഇനി അതിലെന്തെങ്കിലും എക്സ്ട്രാ ഒരു 1 TB ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വേരിയേഷൻസിൽ പോയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഒരു കോമയിൽ ഒരു കോമ ഇട്ടതിന് ശേഷം ഒരു 1 TB എന്നുകൂടെ സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്താൽ മാത്രം മതി. സോ ഞാനിതിലേക്ക് 128 GB സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഈ ടിക്ക് മാർക്ക് ടിക്ക് ചെയ്തൊന്ന് ഉറപ്പ് വരുത്തുന്നു.
അപ്പോൾ അടുത്തത് നമ്മൾ 2 ക്വാണ്ടിറ്റി ഉണ്ടാകും. അപ്പോൾ സെക്കൻഡ് ക്വാണ്ടിറ്റി ഞാനൊരു ബ്ലാക്ക് കളർ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നു. അതിൻ്റെ IMEI നമ്പർ ഞാൻ സേവ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതൊരു 256 ആൻഡ് 256 അത് ഒരു ക്വാണ്ടിറ്റി ജസ്റ്റ് ടിക്ക് ചെയ്യുന്നു. ടിക്ക് ചെയ്യുന്നതോടുകൂടെ ജസ്റ്റ് സേവ് ചെയ്യുന്നതോട് സോ ആ പ്രോഡക്റ്റ് 2 പ്രോഡക്റ്റ് ഇതിൽ ആഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നോർമലി എങ്ങനെയാണോ നമ്മൾ ഒരു പർച്ചേസിൻ്റെ എൻട്രി കംപ്ലീറ്റ് ചെയ്യുന്നത് ബാക്കിയെല്ലാം അതുപോലെ തന്നെ ആയിരിക്കും. സോ നമുക്ക് നോക്കാം, ആ പർച്ചേസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ പർച്ചേസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം iPhone 16 2 പ്രോഡക്റ്റുകളുണ്ട്. രണ്ടിനും വ്യത്യസ്തമായ IMEI ആയിരിക്കും ഉണ്ടാകുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്നിൻ്റെ ഫീച്ചേഴ്സ് നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്. കളർ, IMEI, സ്റ്റോറേജ്, നമ്മൾ 3 വേരിയേഷൻസാണ് കൊടുത്തിരുന്നത്. ആ 3 വേരിയേഷൻസ് വെച്ചിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ നമ്മൾ ഈ ഓരോ തവണയും iPhone 16 എന്ന പുതിയ പ്രോഡക്റ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് iPhone 16 എടുക്കുന്നു, അതിൻ്റെ കളർ, IMEI, സ്റ്റോറേജ് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇനി നമുക്ക് ഇതിൻ്റെ സെയിൽസ് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സെയിൽ വിൻഡോയിലോ POS വിൻഡോയിലോ രണ്ടിലും നമ്മൾ സെയിൽസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ POS വിൻഡോയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കുന്നുള്ളത്. ജസ്റ്റ് POS വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. ഞാൻ ആ പ്രോഡക്റ്റിനെ ഞാൻ സെർച്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ബാർകോഡ് ഞാൻ എൻ്റർ ചെയ്യുന്നു. ജസ്റ്റ് ആ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നതിന് കൂടെ നമുക്കറിയാം ഏതൊക്കെയാണ് സ്റ്റോക്കിലുള്ള പ്രോഡക്റ്റ്സ്. അത് 1 by 1 ആയിട്ട് മുകളിലേക്ക് കയറി വരും. ഒന്നിക്ക് നമുക്കതിൻ്റെ ബാർകോഡ് SKU വെച്ചിട്ട് നമുക്കതിനെ നോക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ IMEI നമ്പർ വെച്ചിട്ട് ഏതാണ് IMEI നമ്പർ അതിന് ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് നമ്മൾ നോർമലി എങ്ങനെയാണോ സെയിൽ പ്രൊസീഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇനി ഇത് നമ്മൾ POS വിൻഡോ അല്ല, നമ്മൾ നോർമൽ സെയിൽ വിൻഡോയിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെയിൽ വിൻഡോ ക്ലിക്ക് ചെയ്യുന്നു. സെയിം എക്സാക്ട്ലി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ iPhone 16 എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്നു. വീണ്ടും അതുപോലെ തന്നെ പോപ്പപ്പ് വരും, നമുക്ക് വേണ്ടത് ചൂസ് ചെയ്യാൻ പറ്റും. അതല്ല നമ്മൾ SKU അല്ലെങ്കിൽ നമ്മൾ ബാർകോഡ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബാർകോഡായിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക. സ്കാൻ ചെയ്യാൻ ഡയറക്റ്റ്ലി നമുക്ക് ഏതാണോ പ്രൊഡക്റ്റ് അതിൻ്റെ സെലക്ഷൻ വരും. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കിതിൽ SKU ഏതാണെന്ന് നോക്കി ചൂസ് ചെയ്തിട്ട് ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് അത് വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ പോവാം. ഇനി അതിൽ എന്തെങ്കിലും സെയിൽ സംബന്ധമായിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സെയിലിൻ്റെ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക്. സോ അത് നോക്കിയാൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും.